ആകാശവാണി ദേവികുളം സ്പൈസ് FM. കിസാൻ വാണി. പ്രിയ ശ്രോതാക്കളെ, ഇന്നത്തെ കിസാൻ വാണിയിലേക്ക് സ്വാഗതം. പാമ്പാടുംപാറ നെല്ലിപ്പാറയിലെ കർഷകനായ ശ്രീ ജോസ് PJ പുത്തമ്പറമ്പിൽ തന്റെ കാർഷികാനുഭവങ്ങൾ പങ്കുവയ്ക്കുകയാണ് ഇന്നത്തെ കിസാൻ വാണിയിൽ. ഇടുക്കി ജില്ലയിലെ പാമ്പാടുംപാറ പഞ്ചായത്തിലെ നെല്ലിപ്പാറ എന്ന പ്രദേശത്തെ ഒരു കർഷകനെയാണ് നമ്മൾ പരിചയപ്പെടുന്നത്. പ്രധാനമായിട്ടും ഏലം, വാഴ തുടങ്ങിയ ഇനങ്ങളാണ് അദ്ദേഹം കൃഷി ചെയ്യുന്നത്. ജോസ് PJ പുത്തൻപറമ്പിൽ അദ്ദേഹത്തിന്റെ കാർഷിക അനുഭവങ്ങൾ നമുക്ക് ചോദിച്ചറിയാം. നമസ്കാരം ജോസ് ചേട്ടാ. നമസ്കാരം. ഈ ജോസ് ചേട്ടന് എത്ര നാളുകളായി ഇവിടെ വന്ന് കൃഷികളൊക്കെ ആരംഭിച്ചിട്ട്? കൃഷി ആരംഭിച്ചിട്ട് ഏലകൃഷി ചെയ്യാൻ തുടങ്ങിയിട്ട് 20 വർഷമായുള്ളൂ. നേരത്തെ കുടിയും കാപ്പിയും ഒക്കെ ആയിരുന്നു. അത് കഴിഞ്ഞിട്ട് ഏല ആണ് ആദായകരമായതുകൊണ്ട് ഏലകൃഷിയിലേക്ക് നീങ്ങി. അപ്പോൾ ഏത് വർഷമാണ് ഇവിടെ വന്ന് സ്ഥലമൊക്കെ വാങ്ങിച്ചത്? 1962 വന്നു. എവിടെ നിന്ന് ഇങ്ങോട്ട് വന്നത്? പുളിങ്കുന്ന്, കായൽപ്പുറം എന്ന് പറയും. പുളിങ്കുന്നില്ലേ കായൽപ്പുറം. അന്ന് ഇവിടെ വരുമ്പോൾ എത്ര വയസ്സുണ്ടായിരുന്നു? എനിക്ക് 12 വയസ്സ്. അപ്പോൾ അന്ന് ഈ 12 വയസ്സിൽ ഇവിടെ വരുമ്പോൾ ഇവിടെ ഉണ്ടായിരുന്ന കൃഷികൾ കുരുമുളകും, അന്ന് എന്തെങ്കിലും കൃഷികളുണ്ടായിരുന്നു? അന്ന് കൃഷികൾ ചുരുക്കമായിരുന്നു. അന്നൊക്കെ ആന, പിന്നെ പന്നിയും മറ്റ് കാട്ടുമൃഗങ്ങൾ ഭയങ്കര ശല്യമുള്ള സമയമായിരുന്നു. നമ്മൾ എന്ത് കൃഷി ചെയ്താലും അത് രാത്രി വന്ന് അടിച്ചു പറിച്ച് കളയും. കപ്പയാണെങ്കിലും ശരി വലിച്ചു പറിച്ച് കളയും. നെല്ല് ഇതാണെങ്കിൽ അത് തിന്നോണ്ട് പോകും. അങ്ങനെയൊക്കെ ആയിരുന്നു. അതൊക്കെ കൃഷിയൊക്കെ ആന പോയി കഴിഞ്ഞ പിന്നീടാണ് ഇതൊക്കെ കൃഷി ചെയ്യാൻ തുടങ്ങിയത്. അപ്പോൾ വന്ന സമയത്തൊക്കെ കൃഷി കപ്പയും നെല്ലും ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷേ നമുക്ക് കിട്ടത്തില്ല. ആന ഭയങ്കര ശല്യമായതുകൊണ്ട് കിട്ടത്തില്ല. പിന്നെ കൃഷിയൊക്കെ ആയിട്ട് കുറച്ച് ആയുള്ള കൊണ്ട് നല്ല ഈ ആനയുടെ ശല്യമൊക്കെ മാറി കഴിഞ്ഞപ്പോൾ ഏത് വർഷമൊക്കെ ആയി? അത് ഒരു 64-65 ആയി. 62 70 താഴെയാ. അപ്പോൾ ആ സമയത്ത് എന്ത് കൃഷിയാണ് തുടങ്ങിയത്? അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഇത് കാപ്പിയായിരുന്നു. കാപ്പിയും കൊടിയും, റോസ്റ്റ കാപ്പിയും കൊടിയും, കരിമുണ്ട കൊടിയും, വെള്ളനാമ്പം കൊടിയും ഇതൊക്കെ ആയിരുന്നു. അന്ന് എത്ര ഏക്കർ സ്ഥലം ഉണ്ടായിരുന്നു? ഞങ്ങൾക്ക് 1 ഏക്കർ സ്ഥലമുള്ളായിരുന്നു. പിന്നീട് ഞങ്ങൾ കുറച്ചുകൂടെ മേടിച്ചു. ഇപ്പോൾ എത്ര ഏക്കർ സ്ഥലമുണ്ട് സ്വന്തമായിട്ട്? 3 ഏക്കർ സ്ഥലമുണ്ട്. അപ്പോൾ അന്ന് ഈ കുരുമുളകും കാപ്പിയായിരുന്നു, പിന്നെ കപ്പയില്ലായിരുന്നു? കപ്പയുണ്ടായിരുന്നു. അപ്പോൾ അന്ന് ഭക്ഷിക്കാനായിട്ട് കൂടുതലായിട്ട് ആളുകൾ കപ്പയൊക്കെയാണല്ലോ ഉപയോഗിച്ചത്. ഏറ്റവും കൂടുതൽ ആഹാരം ഇത് കപ്പയായിരുന്നു. ഇപ്പോൾ കപ്പ കൃഷിയില്ല. ഇപ്പോൾ കപ്പ കൃഷിയില്ല, ചെയ്യാൻ മേലാതായി. ഇപ്പോൾ മരം വന്ന കാരണം കൃഷി അതിൻ്റെ അടി കപ്പ ഉണ്ടാകത്തില്ല. അപ്പോൾ ഈ കുരുമുളക് കൃഷി പിന്നീട് നിർത്തിയത് എത്ര വർഷം മുമ്പാണ്? ഇപ്പം നിർത്തിയതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതെല്ലാം ഒരുപോലെ കുഴിക്കെല്ലാം കേടായി കഴിഞ്ഞപ്പം ഏലകൃഷിയായിരുന്നു വിജയം. അതുകൊണ്ട് എല്ലാവരും ഏലത്തിലേക്ക് അങ്ങ് നീങ്ങി. എത്ര വർഷമായി ഈ ഏലം കൃഷി സജീവമായിട്ട് ആരംഭിച്ചിട്ട്? ഇപ്പോൾ 20 വർഷമായി. അപ്പോൾ ഏതാണ്ട് 2005-2000 ശേഷമാണ് ഏലം കൃഷി കാര്യമായിട്ട് ചെയ്യാൻ തുടങ്ങിയത് അല്ലേ? അതെ. ഈ ഞെള്ളാണി വന്നതോടുകൂടിയാണ് ആൾക്കാർ അതിലേക്ക് നീങ്ങിയത്. ഞാൻ ചോദിച്ചു കഴിഞ്ഞാൽ മറ്റേ ഇതെന്ന് വെച്ചാൽ അത്ര ശരിയാകത്തില്ലായിരുന്നു. അപ്പോൾ ഈ ഞെള്ളാനി കൃഷി ഏതാണ്ട് 2005 സമയത്താണോ തുടങ്ങിയത്? അതിന് മുന്നേ തുടങ്ങി. നമ്മൾക്കൊക്കെ അതിന്റെ കാര്യമായിട്ട് ചെയ്യാൻ തുടങ്ങിയത് ആ സമയത്താണ്, 20 വർഷം മുമ്പാണ് അല്ലേ? അത് മേടിക്കാനൊക്കെ തട്ടയൊക്കെ വിലക്ക് വാങ്ങാനുള്ള സാമ്പത്തിക ശേഷി ഇല്ലാഞ്ഞതുകൊണ്ട് അപ്പോൾ കുറച്ച് നട്ട് പിന്നീട് മൊത്തം വ്യാപകമാക്കി അല്ലേ? എല്ലായിടത്തുമായി, എല്ലാ പറമ്പിലുമായി. ഈ പഠനം വിദ്യാഭ്യാസമൊക്കെ ഇവിടെ വന്നതിന് ശേഷം ഉണ്ടായിരുന്നോ, അതോ പുളിങ്കുന്നിൽ വെച്ചേ ഉണ്ടായിരുന്നുള്ളൂ? പുളിങ്കുന്ന് വെച്ചേ തുടങ്ങി. 3-ാം ക്ലാസ്സിലായപ്പോഴാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്. ഇവിടെ 7-ാം ക്ലാസ് വരെ ഞാനിവിടെ പഠിച്ചു. അത് കഴിഞ്ഞ് പിന്നെ കൃഷിപ്പണിയൊക്കെ ആയിട്ട് ഇങ്ങനെ നടന്നു. പുറംപണിയൊക്കെ ആയിട്ട്. 7-ാം ക്ലാസ് കഴിഞ്ഞ് പിന്നെ പഠിച്ചിട്ടില്ല അല്ലേ? പഠിച്ചിട്ടില്ല. അന്ന് സൗകര്യം ഇല്ലാത്തതുകൊണ്ട്. അന്ന് ഇവിടെ ഈ റോഡും വാഹനങ്ങളുടെ ഒക്കെ സൗകര്യമൊക്കെ ഉണ്ടായിരുന്നു? വാഹനങ്ങൾ കുറവായിരുന്നു. വാഹനങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അന്ന് വണ്ടിയല്ല. നമ്മൾ സ്കൂളിൽ പഠിക്കാൻ പോകുന്ന മുണ്ടിലേക്ക് പോകുന്നെങ്കിൽ നടന്നു പോകണേ. 1.5-2 കിലോമീറ്റർ അകലെ നടന്നു പോകണമായിരുന്നു. അന്ന് ഈ ആനയുള്ള സമയത്ത് തന്നെ ഒന്ന് വെള്ളക്കുത്തി പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ എങ്ങനെയാണ് ഇങ്ങോട്ട് വന്നത്, ഈ പുളിങ്കുന്നിൽ നിന്ന് ഇങ്ങോട്ട്? ഞങ്ങൾ പുളിങ്കുന്നിൽ നിന്ന് ബോട്ടിന് കയറി ചങ്ങനാശ്ശേരി വരും. ചങ്ങനാശ്ശേരിയിൽ നിന്ന് ബസ്സിൽ ഒന്ന് പാമ്പാടുംപാറ ഇറങ്ങി. പാമ്പാടുംപാറയ്ക്ക് അന്ന് ബസ് ഉണ്ടായിരുന്നു? പാമ്പാടുംപാറയ്ക്ക് ബസ് ഉണ്ടായിരുന്നു. നെടുങ്കണ്ടത്തിനുണ്ടായിരുന്നു? നെടുങ്കണ്ടത്തിന് കുറവായിരുന്നു. ഇവിടെയായിരുന്നു. പാമ്പാടുംപാറയായിരുന്നു ഇന്നത്തെ വലിയ ഇത്. ഇവിടുന്ന് രാമക്കൽമേട് വരെയും
ഇവിടുന്നായിരുന്നു പോയിക്കൊണ്ടിരുന്നത്, പാമ്പാടും പാറയെന്നാണ് പോയിക്കൊണ്ടിരുന്നത്. പാമ്പാടുംപാറ വരെ ബസ്സുണ്ടായിരുന്നു അന്നും. ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ ആൾക്കാർ ഇവിടുന്ന് നടന്നു പോകണമായിരുന്നു അല്ലേ? നടന്നു പോകണം. രാമക്കൽമേടിന് അങ്ങോട്ട് പോകുന്ന റൂട്ട് മുഴുവൻ മുണ്ടിരുമ്പോൾ തൂക്കുവാനും രാമക്കൽമേട് അതിർത്തി വരെയും ഇവിടെ നടന്നു പോകുമായിരുന്നു. പിന്നെ കാളവണ്ടിയൊക്കെ ഉണ്ടായിരുന്നു സാധനങ്ങളൊക്കെ കൊണ്ടുപോകാനായിട്ടും. ലോറിയിലൊക്കെ സാധനം വരുന്നത് പാമ്പാടുംപാറ വന്ന് ഇറങ്ങുമായിരുന്നു. പാമ്പാടുംപാറ വരെ ഈ 1960-കളിലും ഒക്കെ ബസ്സുകളുണ്ടായിരുന്നു അല്ലേ? അത് കഴിഞ്ഞിട്ട് പിന്നീട് അവിടെ നിന്നാണ് ആളുകൾ എല്ലായിടത്തേക്കും പോയിക്കൊണ്ടിരുന്നത്. അപ്പോൾ അങ്ങനെ വന്നു, ഇവിടെ കൃഷികൾ തുടങ്ങി. പിന്നീട് 2000 കഴിഞ്ഞപ്പോഴത്തേക്ക് ഏലം കൃഷി ആരംഭിച്ചു. ഇപ്പോൾ ഒരു 3 ഏക്കറിലധികം സ്ഥലത്ത് കൃഷിയായി നന്നായിട്ട് പോകുന്നു അല്ലേ? ഈ ഞള്ളാനി ഏലം ചേട്ടൻ എങ്ങനെയൊക്കെയാണ് കൃഷി ചെയ്തിട്ടുള്ളത്? എത്ര അടി അകലത്തിലൊക്കെയാണ് നട്ടിട്ടുള്ളത്? അത് ഇപ്പോൾ 10 അടി അകലത്തിലാണ് കൃഷി ചെയ്തുകൊണ്ടിരിക്കുന്നത്. സമയത്തിലും 10 ലൈൻ അങ്ങോട്ട് പിടിച്ചിരിഞ്ഞ് നമ്മൾ ചരട് കെട്ടി വലിച്ചു കിട്ടും. ലൈൻ അടിച്ചാ കൃഷി ചെയ്തിട്ടുള്ളത്? ലൈൻ അടിക്കുക. എന്നിട്ട് കുഴി കുത്താനായിട്ട് നമ്മൾ കമ്പ് കുത്തണം. എന്നിട്ട് ഓരോ 10 അടിക്കും കുത്തുക. എന്നിട്ട് കുഴി കുത്തി കഴിഞ്ഞിട്ട് വീട് മൊത്തം മൂടി കഴിഞ്ഞിട്ട് നമ്മൾ ഏലം വെക്കുന്നു. അങ്ങനെ ലൈൻ അടിച്ച് മാർക്ക് ചെയ്താണ് തട്ട വെച്ച് കൃഷി ചെയ്തത് അല്ലേ? അപ്പോൾ അതാകുമ്പോൾ ഒരു കാണാനൊരു രസമുണ്ട്. എല്ലാം എടുക്കാനും എല്ലാ പണിക്കെല്ലാം സൗകര്യത്തിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ലൈൻ അടിക്കുന്നത്. ഇപ്പം ഒരെണ്ണം അടിച്ച് എൻ്റെ അടുത്ത് ഇങ്ങനെ വന്ന് ഇങ്ങനെ കൊണ്ടിരിക്കും. ചേട്ടൻ്റെ സ്ഥലം ഇങ്ങനെ ഇറക്കമുള്ളതാണോ നിരപ്പുള്ളതാണോ? അത് വലിയ ഇറക്കമുള്ള സ്ഥലമല്ല, വലിയ കുഴപ്പമില്ലാത്ത ചെറിയ ഇറക്കമുള്ള അല്ലേ? അപ്പോൾ അങ്ങനെ ലൈൻ അടിച്ച് കൃഷി ചെയ്തു. ആദ്യം കൃഷി ചെയ്ത ഏലച്ചെടികൾ തന്നെയാണ് ഇപ്പോഴും ഉള്ളത്, അതോ റീപ്ലാന്റ് ചെയ്തോ? റീപ്ലാന്റ് ചെയ്തു. അത് കഴിഞ്ഞിട്ട് റീപ്ലാന്റ് എന്ന് വെച്ചാൽ ഒത്തിരി പ്രായമായി കഴിയുമ്പോൾ അതിന് കായ്പ് കുറവായിരിക്കും. അപ്പോൾ നമ്മൾ റീപ്ലാന്റ് ചെയ്തുകൊണ്ടിരിക്കും. എത്ര വർഷം നമുക്ക് നന്നായിട്ട് കായ കിട്ടും ഒന്ന് കൃഷി ചെയ്താൽ? ഒരു വർഷം 10-18 വർഷമൊക്കെ 15 വർഷം ആ നല്ലപോലെ കിട്ടുള്ളൂ. അത് കഴിയുമ്പോൾ പിന്നെ മാറിപ്പോയി, ഇത് കാല് പിരിഞ്ഞ് പോകാന്ന് പറയും. അപ്പോൾ അങ്ങനെ പോകുക. അപ്പം നമുക്ക് ആദായം കുറയും. ഇപ്പോൾ റീപ്ലാന്റ് ചെയ്ത ചെടികളാണോ ഉള്ളതല്ലേ? ഇപ്പോൾ കുറച്ച് റീപ്ലാന്റ് ചെയ്തിട്ടുണ്ട്. എന്ന് വെച്ചാൽ മൊത്തം ഒരുമിച്ച് ചെയ്യത്തില്ല, കുറച്ച് റീപ്ലാന്റ് ചെയ്യും. നമുക്ക് മറ്റു പരിപാടിക്കൊക്കെ പൈസ വേണ്ടേ, അതുകൊണ്ട് കുറച്ച് മാറ്റും. കുറേ വർഷം കൂടി ഇപ്പോൾ ഈ വർഷം ഏലത്തിന് ഈ സീസൺ സമയത്തും ന്യായമായ വില കർഷകർക്ക് ലഭിക്കുന്നുണ്ടല്ലോ. അതുകൊണ്ട് വലിയ കുഴപ്പമില്ലാതെ കൃഷി മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്നുണ്ടല്ലേ? ഉണ്ട്. ഇപ്പോൾ ആണെങ്കിൽ യാതൊരു കുഴപ്പമില്ലാതെ പോകുന്നു. ഈ നമ്മൾ ഈ ഏലം കൃഷി തുടങ്ങിക്കഴിഞ്ഞാൽ ഇപ്പോൾ ആദ്യം ഒരു 1-1.5 വർഷം കഴിയുമ്പോഴല്ലേ ചെറുതായിട്ട് ആദായം കിട്ടി തുടങ്ങുകയുള്ളൂ. അതുവരെ എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ അല്ലെങ്കിൽ ശ്രദ്ധിക്കേണ്ടി വരുന്നത്? നമ്മൾ എന്ന് വെച്ചാൽ വളം ഇട്ട് കൊടുക്കുക, നമ്മൾ വിഷം അടിച്ചു കൊടുക്കുക. അപ്പോൾ കേടാകാതിരിക്കാൻ വേണ്ടിയിട്ട് ചെടി നന്നായി വരാൻ വേണ്ടിയിട്ട് വളം ഇട്ട് കൊടുക്കുക. രാസവളം ഇടും, ജൈവവളം ഇടും. അത് എത്ര ദിവസങ്ങളൊക്കെ കൂടുമ്പോൾ ഇടും? അതൊരു വർഷം ഒരു 2-3 റൗണ്ട് ഇട്ട് കൊടുത്താൽ മതി വളം. പിന്നീട് തൈ ആകുമ്പോൾ അത് കൂടുതൽ വേണ്ട. പിന്നെ വിഷം അടിച്ചു കൊടുക്കണം. ഈ തൈ ആയിരിക്കുമ്പോൾ വിഷം എത്ര തവണ അടിച്ചു കൊടുക്കേണ്ടി വരും? 1 മാസം കൂടുമ്പോൾ ഒന്ന് അടിച്ചു കൊടുത്താൽ മതി. അങ്ങനെ അടിച്ചു കൊടുത്താൽ അല്ലെങ്കിൽ ഈ തണ്ടുതീർപ്പിനും വെള്ളക്കേട് ഒന്നും വരാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ അടിച്ചു കൊടുക്കണം. ഈ 1 വർഷം കൊണ്ട് ഏകദേശം എത്ര ചിമ്പ് വരെയൊക്കെ ഉണ്ടാവും ഒരു ചുവട്ടിൽ? ഒരു 25-30-40 ഒക്കെ വരും. അതിപ്പം തട്ടയുടെ ചിമ്പനുസരിച്ച്, നമ്മൾ വെക്കുന്ന ചിമ്പനുസരിച്ചിരിക്കും. നമ്മളൊരു തട്ടയിൽ 2 ചിമ്പോട് കൂടി വെക്കുകയാണെങ്കിൽ പെട്ടെന്ന് ആവും. നമുക്കത് എല്ലാം കിട്ടത്തില്ലാതെ വരുമ്പോഴാണ് നമ്മൾ ഒറ്റത്തട്ടയായിട്ട് വെക്കും. അപ്പോൾ അതിന് ചിമ്പ് പൊട്ടി വരാൻ താമസം ഉണ്ടാകും. അങ്ങനെ ചിമ്പുള്ളത് വെക്കുകയാണെങ്കിൽ നമുക്ക് എളുപ്പം ആയിക്കൊണ്ടിരിക്കും. ഇപ്പോൾ എല്ലാവരും 2-3 തട്ട ഒന്നിച്ച് വെക്കുമെന്ന് തോന്നുന്നു. അങ്ങനെ വെക്കുകയാണെങ്കിൽ തട്ടയിൽ പോയി ഇഷ്ടംപോലെ ഉണ്ട്. റീപ്ലാന്റ് വരുമ്പം തട്ട ഇഷ്ടംപോലെ ഉണ്ടല്ലോ. അപ്പോൾ നമുക്ക് എടുത്ത് വെക്കാം. കൂടുതലെണ്ണം എടുത്ത് വെക്കുന്നുണ്ട്. പെട്ടെന്ന് 1 വർഷം കൊണ്ട് തന്നെ ആദായം എടുക്കാൻ പറ്റും. 1 വർഷം കഴിഞ്ഞ് അല്ലെങ്കിൽ 1-1.5 വർഷമൊക്കെ ആയി കഴിയുമ്പോൾ നല്ല ശരിയായിരിക്കും അതായോ. അങ്ങനെ നമ്മളൊരു 2 വർഷം 3 വർഷം ആകുമ്പോഴത്തേക്കും നല്ല രീതിയിൽ ആദായം കിട്ടും അല്ലേ? നല്ല ആദായം. 3 വർഷമൊക്കെ ആയിരിക്കുമ്പോൾ നല്ല ആദായമായിരിക്കും. 3 വർഷം ഒക്കെ ആയി കഴിയുമ്പോഴത്തേക്കും നമുക്ക് പ്രധാനമായിട്ട് കൂടുതലായിട്ട് ശ്രദ്ധിക്കേണ്ടി വരുമല്ലോ ഇതിൻ്റെ പരിചരണത്തിലൊക്കെ. ഇപ്പോൾ കള ഇല്ലാതെ നോക്കണം, അതുപോലെ ഇതിൻ്റെ കവാത്ത് നടത്തി ക്ലീനായിട്ട് സംരക്ഷിക്കണം. അതൊക്കെ വർഷത്തിലൊക്കെ എത്ര തവണ ചെയ്യേണ്ടി വരും കളയെടുപ്പും ഇത് കവാത്ത് ചെയ്യലും ഒക്കെ? ഇത് ഒരു ആദായമായി കഴിഞ്ഞാൽ പിന്നെ കവാത്തെടുപ്പ് 2 റൗണ്ട് എടുത്താൽ വൃത്തിയായി എടുക്കണം. പിന്നെ കൂടുതൽ കരികിലൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ എടുത്ത് മാറ്റി കൊടുത്താൽ നമുക്ക് അത്രയും നല്ലതായിട്ട് നിൽക്കും. മരുന്നടി ഒത്തിരി ലാഭം വരും. ഇല കൂടുതൽ ഉണങ്ങി കിടന്നു കഴിഞ്ഞാൽ നമ്മൾ മരുന്നടിച്ച തട്ടയിലോട്ടൊന്നും വേക്കത്തില്ല. അപ്പോൾ അതുകൊണ്ട് എല്ലാവരും വൃത്തിയായിട്ട് സൂക്ഷിക്കും. അതിൽ 3 ചിലപ്പം എടുത്തുന്നിരിക്കും, എല്ലാവരും തിരിച്ചുകൂടെ കൂടുതൽ എടുക്കും. ഉണങ്ങിയതായിട്ട് പെട്ടെന്ന് കുറച്ച് മാറ്റിക്കളയും. ഈ ചോല ഒക്കെ എന്താണുള്ളത്? മരങ്ങൾ നട്ടിട്ടുണ്ടോ? മരങ്ങളാണ്. മരങ്ങൾ എന്ന് വെച്ചാൽ പ്ലാവ് വെച്ചിട്ടുണ്ട്, കാരണ, മഹോഗനി. ഇപ്പം പുതിയ മഹോഗനിയൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പൊ ഇതിന്റെ ഇലകൾ വീണ് കൂടുതലായിട്ട് ഈ ചപ്പുകൾ ഇങ്ങനെ തട്ടയുടെ ഇടയ്ക്കും അതുപോലെ ഇടയ്ക്കും എല്ലാം കിടക്കുമല്ലോ. അതെല്ലാം എപ്പോഴും ക്ലീൻ ആയിട്ട് ഇടുവോ പറമ്പ്? ക്ലിയർ ആയിട്ടെന്ന് പറഞ്ഞാൽ അത് കുഴിച്ചു കൂടുക. നമ്മള് കവാത്തെടുത്ത് കൂട്ടിയിട്ടിട്ട് ഇതെല്ലാം കരിയിലെല്ലാം കൂട്ടിയിട്ടിട്ട് പിന്നെ നമ്മളത് കുഴിച്ചു മൂടി കിളയ്ക്കുന്ന കൂട്ടത്തിൽ കുഴിച്ചു മൂടി പോകും. അത് വൃത്തിയായിരിക്കണം. എന്നാലും അതിനകത്തൂടെ നമുക്ക് നടക്കാനും
കേടബാധകളൊക്കെ കുറഞ്ഞിരിക്കും. കുറഞ്ഞിട്ടുള്ളൂ. കരിയില കൂടുതൽ കിടന്നു കഴിഞ്ഞാൽ ഇത് അഴുകി കഴിയുമ്പം അഴുകലുണ്ടാകാൻ എളുപ്പമുണ്ട്. അതുകൊണ്ട് എല്ലാവരും എല്ലാ വർഷവും ഇത് കളയും, ക്ലീൻ ആക്കിയിട്ടേക്കും. പിന്നീട് നമ്മൾ ഈ കവാത്ത് ഒക്കെ 3 തവണ ഏകദേശം വർഷം നടത്തും അല്ലേ? അതുപോലെ ഈ ആദായം എടുക്കുന്നത് എങ്ങനെയാണ്? നമ്മൾ നമ്മുടെ നാട്ടിലുള്ള കൃഷി വിളവെടുപ്പുകാരെ കിട്ടുമോ അതോ അന്യ സംസ്ഥാനക്കാരെ ആശ്രയിച്ചാണോ? ഇപ്പം നമ്മൾ അന്യ ആൾക്കാരെ ഉണ്ടെങ്കിലും നമ്മൾ സ്വന്തമായിട്ട് ഇവിടെ ആൾക്കാരുണ്ട്. ഞങ്ങളുടെ അടുത്ത് തന്നെ ആൾക്കാരുണ്ട്. അവർ വന്ന് എടുക്കുന്ന ഒരു 10 പേര് കാണും ഞങ്ങൾക്ക് കായ എടുക്കാൻ. അതുകൊണ്ട് നമ്മളിപ്പം വെളിയിൽ നിന്ന് ആളെ എടുക്കുന്നില്ല. അപ്പോൾ നമ്മുടെ നാട്ടിലുള്ള ആൾക്കാരെ കൊണ്ട് തന്നെയാണ് വിളവെടുപ്പ് നടത്തുന്നത് അല്ലേ? അപ്പോൾ അവർ എത്ര ദിവസം വിളവെടുക്കേണ്ടി വരും? ഒരാഴ്ച കൊണ്ടൊക്കെ തീരുമോ? ഒരാഴ്ച ചിലപ്പോൾ 2 ആഴ്ച ഇരിക്കും. ഈ 3-6 റൗണ്ട് കായെന്ന് പറയുമ്പോൾ നല്ല കൂടുതലുണ്ടാകും, ആദായം വിളവ് കൂടുതൽ. അപ്പോൾ അന്നേരം ചിലപ്പോൾ 3 ആഴ്ച എടുത്തുന്നിരിക്കും. അല്ലെങ്കിൽ ആദ്യമൊക്കെ ആകുമ്പോൾ ഓരോ കായൊക്കെ കിട്ടുള്ളൂ. അപ്പോൾ അന്നേരം പണി കുറവ്, പിന്നീട് 2-നും കുറവ്, 3-നാകുമ്പോൾ നല്ല ആദായി, 4-നും ഇച്ചിരി കുറഞ്ഞ്, 5-നും കുറഞ്ഞ്, അങ്ങനെ കുറഞ്ഞ് 3-ആം റൗണ്ടാണ് ഏറ്റവും കൂടുതൽ ആദായം കിട്ടുന്നത്. ഇപ്പോൾ ഈ വർഷം എങ്ങനെയുണ്ട്? നന്നായിട്ട് വിളവുണ്ടായിട്ടുണ്ട്? ഇത്തവണ കുഴപ്പമില്ലായിരുന്നു. ഇത്തവണ എല്ലാവർക്കും പൊതുവെ നല്ല വിളവായിരുന്നു. ഇപ്പോഴും മഴ കിട്ടുന്നതുകൊണ്ട് നമുക്ക് ഈ വർഷം കൂടുതൽ വിളവ് ലഭിക്കുമെന്ന് തോന്നുന്നുണ്ടോ? മഴ കൂടുതൽ കണ്ടമാനം ആകാനും പാടില്ല. ആയിപ്പോയ അഴുകൽ ശല്യം ചെയ്തുകൊണ്ടിരിക്കും. അഴുകൽ കൂടില്ല, ശല്യം ചെയ്യും. ഈ വളപ്രയോഗമൊക്കെ എങ്ങനെയാണ് ചെയ്യുന്നത്? നല്ല വിളവ് കിട്ടുന്ന തോട്ടം ആയതുകൊണ്ട് എത്ര തവണ ചെയ്യേണ്ടി വരുന്നുണ്ട് വളങ്ങൾ? വളമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാസവളമാണെങ്കിൽ നമ്മൾ 2 റൗണ്ട് ഇട്ടാൽ മതി. ജൈവവളം വേനൽക്കാലത്ത് നമ്മൾ ചാണകപ്പൊടി മേടിച്ച് അത് തൂടിട്ട് കൊടുക്കും. അപ്പോൾ നമുക്ക് ചെടിക്ക് നല്ല ആരോഗ്യമായിട്ടാണ് വളരാൻ എളുപ്പമുണ്ട്. ചാണകപ്പൊടിയാണ് നല്ലത്. ഈ ചാണകപ്പൊടി ഉപയോഗിക്കുമ്പോൾ വേരുപുഴു കൂടുതലായിട്ടുണ്ടാകുന്നു എന്നിങ്ങനെ പറഞ്ഞ് പല കർഷകരും പറയാറുണ്ട്. അത് അങ്ങനെ അതിലെന്താണ് അഭിപ്രായം? വേരുപുഴു ഉണ്ടാകും. നമ്മൾ ഈ ചാണകപ്പൊടിക്കകത്ത് കുറച്ച് വേപ്പ് പിണ്ണാക്ക് കൂടി ഇളക്കി വീട് എടുക്കുകയാണെങ്കിൽ അത് ഉണ്ടാകത്തില്ല. വേപ്പെണ്ണ ചെന്ന് കഴിയുമ്പോൾ അതങ്ങ് ചേർത്ത് പോകും, ഉണ്ടാകത്തില്ല. അപ്പോൾ ചേട്ടന് പ്രത്യേകമായിട്ട് ജോസേട്ടൻ ചെയ്യുന്നത് ചാണകത്തിൻ്റെ കൂടെ വേപ്പ് പിണ്ണാക്ക് കൂടെ മിക്സ് ചെയ്തിട്ടാണ് ഏലത്തിന് അത് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ വേരുപുഴു ഉണ്ടാകില്ലെന്നാണ് ജോസേട്ടൻ പറയുന്നത് അല്ലേ? അതെ. അപ്പോൾ അത് ഈ വേപ്പ് പിണ്ണാക്ക് ഈ ചാണകം കൂടെ എത്ര തവണ ഇട്ട് കൊടുക്കും? 1 റൗണ്ട് ഇടുള്ളൂ. ചാണകപ്പൊടിയും വേപ്പ് പിണ്ണാക്കും ഒന്നും ഇടുള്ളൂ. ഒന്നും ഇടുള്ളൂ. ഒത്തിരി ചാണകം ഇടാനൊക്കത്തില്ല. മഴക്കാലത്തായി കഴിയുമ്പോൾ ഇത് വെള്ളം പിടിച്ചു പോയിട്ടുണ്ടെങ്കിൽ അഴുകലുണ്ടാകാൻ എളുപ്പമുണ്ട്. സാധാരണ അതപ്പോൾ ഏത് സമയത്താണ് ചെയ്യാറുള്ളത് ഈ ചാണകവും വേപ്പ് പിണ്ണാക്കും? ചാണകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഏപ്രിൽ മാസമൊക്കെ ആകുമ്പോഴേ ചാണകപ്പൊടി ഇട്ടേക്കും. മഴ തുടങ്ങുന്നതിന് മുന്നേ ഇടും. ഇവിടെ ജൂൺ ജൂലൈയിലൊക്കെയാണ് മഴ വരുന്നത്. അപ്പോൾ അതിന് മുന്നേ ഏപ്രിലേ ഇട്ടേക്കും. അപ്പോൾ അതുകൊണ്ട് പെട്ടെന്ന് പൊടിഞ്ഞങ്ങ് മണ്ണിൽ ചേർന്നോളൂ. അതിന് കൂടുതൽ ആൾക്കാർ മണ്ണിട്ട് കൊടുക്കും. ഇതിലോട്ടേ ചാണകപ്പൊടി ഇട്ട് കഴിയുമ്പോൾ മണ്ണിട്ട് കൊടുക്കുമ്പോൾ പെട്ടെന്ന് വേര് പിടിച്ചോളും. വേര് പിടിച്ച് അത് ശല്യം ഉണ്ടാകത്തില്ല. ഈ വേനൽക്കാലത്ത് എങ്ങനെയാണ് നനയ്ക്കേണ്ടിയൊക്കെ വരാറുണ്ടോ? അതുകൊണ്ട് എല്ലാ വർഷവും നമ്മൾ വെള്ളം കരുതും. പടുതാക്കുഴിയാണ്. 3 ഏക്കറിൽ 3 പടുതാക്കുഴിയുണ്ട് ഞങ്ങൾക്ക്. അപ്പോൾ ആ പടുതാക്കുഴിയിലെ വെള്ളം ഉപയോഗിച്ച് വേനൽക്കാലത്ത് നനച്ചു കൊടുക്കും അല്ലേ? നനച്ചു കൊടുക്കും. ഡ്രിപ്പ് ഇറിഗേഷൻ ഒന്നും ഉപയോഗിച്ചിട്ടില്ല? അതൊന്നുമില്ല. മോട്ടോർ വെച്ച് നമ്മൾ അടിച്ചു വിടുക. അതൊക്കെ തന്നെയാണോ ഈ ജോലിയൊക്കെ ചെയ്യുന്നത്? എനിക്ക് 2 പിള്ളേരുണ്ട്, ആൺപിള്ളേരാ. അവരും ഞങ്ങൾ 3 പേരും കൂടെയാണ് കൃഷി ചെയ്യുന്നത്. ചേട്ടനും വീട്ടിലുള്ള മക്കളും ചേച്ചിയും ഒക്കെ കൂടെ ചേർന്നിട്ടാണ് പണികളൊക്കെ ചെയ്യുന്നത് അല്ലേ? കൂടുതലായിട്ടും. അതെ. പ്രത്യേകിച്ച് അല്ലാതെയുള്ള എടുപ്പിന് മാത്രം വെളിയിൽ നിന്ന് ആൾക്കാരെ എടുക്കും. അല്ലാത്ത മുഴുവൻ പണിയും തന്നെ ചെയ്യും. അതായത് തുടരെ അങ്ങ് പാല് ഒരു 8-9 മണിയൊക്കെ ആകുമ്പോൾ അത് ഇറങ്ങിയാൽ ഒരു 2-2:30 ആകുമ്പോൾ വെളി നിർത്തി പോരും. കാലി വളർത്തൽ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? കാലി വളർത്തൽ ഉണ്ടായിരുന്നു, നിർത്തിപ്പോയത്. ഇപ്പൊ ഈ ഏലകൃഷി കൂടുതൽ ഇതായി കഴിയുമ്പോൾ നമുക്ക് ഇതിനെ അന്വേഷിക്കാൻ മേലാതെ വരും. അങ്ങനെ ഉണ്ടായിരുന്നു, ഞങ്ങൾക്ക് ഈ കഴിഞ്ഞിടെ വരെ ഉണ്ടായിരുന്നു. വേറെ എന്ത് കൃഷിയാണുള്ളത് ഈ ഏലം അല്ലാതെ? അല്ലാതെ ഈ വാഴയും കൊടിയുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് ഇങ്ങനെ ഉള്ള മരത്തിലൊക്കെ ഇട്ടിട്ടുണ്ട്. കണ്ടമാനം ഇല്ലാതെ കായ് കുറവാണ്. എന്നു വെച്ചാൽ ഏലത്തിന്റെ മേളിൽ പൊങ്ങണം, എന്നാലേ ഇത് കായ്ക്കുള്ളൂ. വാഴ ഏതിനം വാഴയാണ് കൃഷി ചെയ്യുന്നത്? വാഴ റോബസ്റ്റ വാഴ, ഞാലിപ്പൂവൻ, വളന്തോടൻ, അങ്ങനത്തെ വാഴയൊക്കെ. അത് കൂടുതലായിട്ട് വിൽക്കാൻ മാത്രമുണ്ടോ? വിൽക്കുന്നുണ്ട്. ബാക്കി പിന്നെ നമ്മൾ പഴത്തിന് വേണ്ടി വീട്ടിലെ ആവശ്യത്തിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നു. കുറച്ചുള്ളതുകൊണ്ട് വിൽക്കും. അത് നമുക്ക് ഇതിന്റെ വിത്തുകളൊക്കെ ഇവിടുന്ന് തന്നെയാണോ അതോ തമിഴ്നാട്ടിൽ നിന്ന് വല്ലതും വാങ്ങിക്കണം? തമിഴ്നാട്ടിൽ നിന്ന് വരുന്നത്. ഇവിടെ കട്ടപ്പന ചന്ത വരും, അവിടുന്ന് ഞങ്ങൾ പോയി മേടിച്ച് അത് മൊത്തം തോട്ടമായിട്ടല്ല, അതിൽ കൂടെയൊക്കെ വെക്കും. പിന്നീട് ഈ ഏലം ഉണങ്ങാൻ സ്വന്തമായിട്ട് സ്റ്റോറുണ്ടോ? സ്റ്റോർ ഉണ്ടായിരുന്നു, ഇപ്പോൾ സ്റ്റോർ വർക്ക് ചെയ്യുന്നില്ല. ഉണ്ടായിരുന്നു, ഇപ്പോൾ നിർത്തി വെച്ചിരിക്കുക. വേറെ ഇപ്പോൾ വെളി കൊടുക്കുക. ഇപ്പോൾ അതെന്തുകൊണ്ടാണ് അങ്ങനെ നിർത്തിവെക്കാൻ? അത് പിന്നീട് സൗകര്യക്കുറവായിരുന്നു, അതുകൊണ്ട് നിർത്തിയതാണ്. അപ്പം ഈ ഏലക്ക ഉണങ്ങിയിട്ട് അത് ഓപ്ഷൻ വെക്കുകയാണോ അതോ വേറെ കടകളിൽ കൊടുക്കുകയാണോ ചെയ്യുന്നത്? അല്ല, ഓപ്ഷന് വെക്കുന്നു. ഓപ്ഷൻ വെക്കുന്നതാണോ നമുക്ക് ലാഭം? ലാഭം അവിടെയാണ്. ലേലത്തിൽ നല്ല തുക കിട്ടും.
ഈ ഓപ്ഷന് നമ്മൾ വെക്കുമ്പോൾ കർഷകർ കൊണ്ട് ഏലക്ക വെക്കുമ്പോൾ ഏത് കർഷകനും കൊണ്ട് വെക്കാൻ പറ്റുമോ? അല്ല, അതിന് CR എന്ന് പറഞ്ഞൊരു ഇതുണ്ട്, അത് നമ്മൾ എടുക്കണം. CR എന്ന് കാർബൺ രജിസ്ട്രേഷൻ. അതുകൊണ്ട് മാത്രമേ നമുക്ക് പതിപ്പിക്കാൻ ഒക്കുള്ളൂ, അല്ലാതെ അവർ സമ്മതിക്കില്ല. അതെ. ആ പേപ്പറില്ലാതെ നമുക്ക് ഏലക്ക അങ്ങോട്ടും ഇങ്ങോട്ടും കൊണ്ടുപോകാൻ പോലും സമ്മതിക്കില്ല. അപ്പോൾ എവിടെയെങ്കിലും അവർ കണ്ടിട്ടുണ്ടെങ്കിൽ അവർ പിടിക്കും, അവർ കൊണ്ടുവന്ന് പിന്നെ ആക്ച്വലി പതിപ്പിക്കും. അല്ലാതെ അവർ ചെയ്യുന്നില്ല, അവർ കൊണ്ടുവന്ന് പതിപ്പിക്കും. അങ്ങനെ ബ്ലാക്ക് കൊടുക്കാൻ പാടില്ലെന്ന്. അപ്പോൾ സ്വന്തമായിട്ട് ഓപ്ഷൻ വയ്ക്കുന്നതുകൊണ്ട് കൂടുതൽ ലാഭകരമാണെന്നാണ് ജോസേട്ടൻ പറയുന്നത്. പൊതുവേ സന്തോഷകരമായിട്ട് മുന്നോട്ട് പോകുന്നു അല്ലേ? ആ, സന്തോഷമായിട്ട് ജീവിക്കുന്നു. വീട്ടിലാർക്കുണ്ട്? വീട്ടിൽ 2 പിള്ളേരും മക്കളാണ്, 2 ആൺമക്കളാണ്, ഭാര്യ, ഞങ്ങൾ 4 പേരുമുണ്ട്. അവര് എല്ലാം വീട്ടിൽ തന്നെ ഉണ്ട്. മക്കള് കല്യാണമൊന്നും കഴിച്ചിട്ടില്ല? ഞങ്ങൾ കല്യാണം കഴിച്ചതാണ്, എല്ലാവരും ഞങ്ങൾ ഒന്നിച്ച് താമസിക്കുന്നു. അത് കൊള്ളാം. അപ്പോൾ എന്തായാലും വളരെ സന്തോഷമായിട്ട് മുന്നോട്ട് പോകുന്നു അല്ലേ? അതെ, എല്ലാം സന്തോഷമായിട്ട് ഇരിക്കുന്നു. എന്തായാലും ഒത്തിരി സന്തോഷം. പ്രിയ ശ്രോതാക്കളെ, രാവിലെ മുതൽ തൻ്റെ കൃഷിയിടത്തിൽ അത്യുത്ഥാനം ചെയ്യുന്ന ഒരു കർഷകനാണ് ശ്രീ ജോസ് PJ പുത്തൻപറമ്പിൽ. പാമ്പാടുംപാറയിലെ ഒരു നല്ല കർഷകനാണ്. അദ്ദേഹത്തിൻ്റെ കാർഷിക അനുഭവങ്ങളാണ് നമ്മൾ ഇതുവരെ കേട്ടത്. ഇത്തരം കാര്യങ്ങൾ ശ്രോതാക്കൾക്ക് വേണ്ടി പങ്കുവച്ചതിന് നന്ദി. പാമ്പാടുംപാറ നെല്ലിപ്പാറയിലെ കർഷകനായ ശ്രീ ജോസ് PJ പുത്തമ്പറമ്പിലുമായി ഇതുവരെ സംസാരിച്ചത് ജോഷി തോമസ്. കിസാൻ വാണി സമാപിക്കുന്നു.